ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം എപ്പോഴും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നതല്ലേ നിങ്ങൾ കാണാറുള്ളൂ, പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ അൺപ്രൊഡക്റ്റിവിറ്റിയും ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റഡി പ്ലാനിന് ശേഷം അടുത്ത ഡേ 1 അടിപൊളി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആ ദിവസം തന്നെ ഫുൾ ഫ്ലോപ്പായി. കാരണം ഞാനൊരു 5 മണിക്കൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എണീച്ചത് 7 മണിക്കാണ്. 7 മണിക്ക് എണീച്ച് വന്നിട്ട് പിന്നെ നമ്മൾ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് ജേർണലിയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫിസിക്സ് എന്ന ലൈവ് ഫുൾ കാണാമെന്ന് വിചാരിച്ചു. അതും പറ്റിയില്ല. 2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും നെറ്റ് പണി മുടക്കി. തളരരുത് രാമൻകുട്ടി എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എങ്കിൽ പറ്റിയില്ല. അപ്പോൾ ആ നെറ്റും എല്ലാം പോയ പാടെ ഒരു മൂഡ് പോയ പോലെ അവസ്ഥയായി. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങി, കുറേ നേരം വേസ്റ്റായി. എന്നിട്ട് പിന്നെ ഒരു ഈവനിങ് ആണ് ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ വന്നത്. എന്നിട്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് എന്നിട്ട് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഹിന്ദി ലൈവ് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഹിന്ദി ലൈവ് കാണാൻ നെറ്റില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഹിന്ദി ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് വായിക്കാൻ വെച്ചിട്ട് ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് വായിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഈവനിങ്, അതായത് മോർണിംഗ് കുറച്ച് നല്ലപോലെ പോയി, ഈവനിങ് കുറച്ച് നല്ലപോലെ പോയി. ആ ഒരു ആഫ്റ്റർനൂണാണ് ഫുൾ പോയ പോലത്തെ ഒരു അവസ്ഥ. പിന്നെ വൈകുന്നേരം കുറച്ച് നെറ്റൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ വേഗം കുറച്ചുകൂടി ഫിസിക്സ് ആ ഒരു ചാപ്റ്റർ 2 തന്നെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ കുറച്ച് നേരം മാത്സ് കാണാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് നേരം കണ്ടപ്പോഴത്തേക്ക് തന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം എനിക്കൊരു സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു ദിവസമൊന്നും ആയിരുന്നില്ല. എന്നാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നാവണം ഇല്ലെങ്കിൽ നമ്മൾ മാറണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് കുറേ സ്ട്രഗിൾസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും, ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളാണ് അതിനെയൊക്കെ മാറ്റി അതിനൊക്കെ ഓവർകം ചെയ്ത് പോകണ്ടേ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അത്ര റിയലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ. അപ്പോൾ അതിൽ ഭയങ്കര സങ്കടമുണ്ട്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.